കഴിഞ്ഞ ദിവസം ചൈനയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം നടക്കുകയുണ്ട്. അതായത് ജപ്പാൻ ചൈനയെ കോളനിവൽക്കരിച്ചതിൽ നിന്ന് ചൈനയെ മോചിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെയാണോ ലഭിച്ചത് അതുപോലെ ഒരു സമാനമായ രീതിയിലുള്ള ഒരു വലിയ ആഘോഷം അവിടെ നടക്കുകയുണ്ടായി. എല്ലാ കൊല്ലവും ചൈനയിൽ നടക്കുന്നതാണിത്. പക്ഷേ ഇത്തവണ ചൈനയിൽ നടന്ന ഈ ആഘോഷങ്ങൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് SCO മീറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുതിനും ചേർന്ന് നടത്തിയ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ്. അമേരിക്കയുടെ താരിഫുകൾ ലോക രാജ്യങ്ങളെ എല്ലാം തന്നെ വിഴുങ്ങുമ്പോൾ ഇതാ ഇവിടെ ഒരു പുതിയ ലോകക്രമം ഉയർന്നു വരുന്നു എന്ന രീതിയിൽ കാണിക്കാനായി ഇവർ നടത്തിയ വലിയ രീതിയിലുള്ള സൗഹൃദ സംഭാഷണങ്ങളും ചങ്ങാത്തങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനയിലെ ഷാങ്ഹായ് മീറ്റിംഗ് ഇതും നടക്കുന്നതാണ് എല്ലാ കൊല്ലവും. പക്ഷേ ഇത്തവണത്തെ മീറ്റിംഗിൽ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഷാങ്ഹായ് മീറ്റിംഗ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ അതിനുശേഷം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന തങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള സൈന്യത്തെയും രംഗത്തിറക്കി വലിയ അഭ്യാസ പ്രകടനങ്ങളും തങ്ങളുടെ ആയുധങ്ങളുടെ പ്രകടനങ്ങളും എല്ലാം നടത്തിയിരുന്നു. ഇപ്പോഴിതാ വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച്, അതായത് ഇറാന്റെ പ്രസിഡന്റ് അവിടെ എത്തിയിരുന്നു. ഈ ഇറാന്റെ പ്രസിഡന്റ് ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷീ ജിൻപിങ്ങിന്റെ ഭാര്യയ്ക്ക് കൈ കൊടുക്കാതെ പോയി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ഇറാന്റെ പ്രസിഡന്റിന്റെ ഭാര്യ അവർ ഷീ ജിൻപിങ്ങിന് കൈ കൊടുക്കാതെ പോയി. അതായത് ഇറാന്റെ പ്രസിഡന്റ് ചൈനീസ് പ്രസിഡന്റിന്റെ ഭാര്യയായിട്ടുള്ള അവിടെയുള്ള വ്യക്തിക്ക് കൈ കൊടുക്കാതെ പോയപ്പോൾ സ്ത്രീ ആയിട്ടുള്ള ഇറാനിയൻ പ്രസിഡന്റിന്റെ ഭാര്യ ചൈനീസ് പ്രസിഡന്റിന് കൈ കൊടുക്കാതെ പോയി. ഇസ്ലാമിക നിയമപ്രകാരമാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചൈനയിൽ പക്ഷേ ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കാരണം ചൈനയിൽ ഇസ്ലാം എന്ന് പറയുന്നത് അത്ര വലിയ മതമൊന്നുമല്ല. ഇസ്ലാമിനെ അടിച്ചമർത്തുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചൈനയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ചൈനക്കാർക്കൊരു അപമാനമാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമ്പൂർണ്ണമായി ചൈനയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.